ആശാ സുരേഷ് എന്ന് പറയുന്ന സോപാന സംഗീത ഗായികയാണ് ഇത് തിരിച്ചു കൊണ്ടുവന്ന, ഒരു കാലത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന ഈ ഒരു ഇത് കിണ്ണംകളി തിരുവാതിര. ഞാനും വളരെ സന്തോഷത്തോടെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അവർ നിറഞ്ഞ പുഞ്ചിരിയോടെ വരുന്നു. കിണ്ണംകളി തിരുവാതിര. പുഷ്കരമാ
നിൽക്കണം. എല്ലാവരും നിരന്ന് നിൽക്കാമോ? എനിക്ക് തോന്നുന്നു യുവയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കിണ്ണം തിരുവാതിര കാണുന്നത്. എനിക്കിതിൽ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളത് എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഇവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇരിഞ്ഞാലക്കുടയിൽ സോപാന സംഗീത ഗായിക ആശാ സുരേഷാണ് ഇത് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു കിണ്ണം കളി അവതരിപ്പിച്ചത്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എൻ്റെ അമ്മ, എൻ്റെ സ്വകാര്യ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം, വിരോധമില്ലല്ലോ. എൻ്റെ അമ്മ ഈ കിണ്ണം കളി അറിയാവുന്ന ഒരാളാണ്. അപ്പൊ പണ്ട് ഈ കുട്ടിക്കാലത്ത് പഠിച്ചു കഴിഞ്ഞിട്ടേ അത്താഴം തരുള്ളൂ. രാത്രിയത്തെ ഭക്ഷണം പഠിച്ചു കഴിഞ്ഞിട്ട് തരുള്ളൂ. അന്ന് മണ്ണെണ്ണ വിളക്കിന്റെ ഇതിലിരുന്നിട്ടാണ്. തന്തവൈവെന്നൊന്നും പറയരുത്, ഇങ്ങനെയാണ് അനുഭവിച്ചു പോയത്. ഞാനൊരു 75 മോഡൽ ആയതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് അമ്മ ഇത് പഠിപ്പിച്ചു തരും, ഏത് ഈ കിണ്ണങ്ങളി. അതായത് ഇങ്ങനെ 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 ഇങ്ങനല്ലേ. അപ്പൊ ഇങ്ങനെ 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 ഇത് ഞാനിവിടെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ സഹോദരിമാരെ എങ്ങനെ ചെയ്തത്? അവർ അല്ലേ. അതില് ചില ആളുകള് അത് പറയണല്ലോ, ചില ആളുകൾ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ്. പക്ഷേ ഇതൊരു അപൂർവ അനുഭവമാണ്. ഞാൻ എന്റെ സ്വകാര്യ അനുഭവം പറഞ്ഞെന്ന് വെച്ചാല് ഇത് അത്ര എളുപ്പമല്ല. അങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാന്ന് പറയുന്നത്. അതും തിരുവാതിരയിലാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തിരുവാതിര ലാവണ്യത്തിന്റെയും ലാസ്യത്തിന്റെയും ഒന്നാണ്. ഇവരൊക്കെ അത് അത്രയും ആത്മാർപ്പണത്തോടെ എടുത്തുകൊണ്ട്, ഞാൻ പറയുന്നു യുവയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കിണ്ണംകളി തിരുവാതിര അവതരിപ്പിക്കപ്പെട്ടുള്ളത്. അതിന്റെ എക്കാലത്തെയും ക്രെഡിറ്റ് ആർക്കാണ്? ഞാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പോ നമ്മുടെ ജീവിതം ഇങ്ങനെയാണ് അല്ലേ, ഇങ്ങനെയാണ്. അതിനെ മനോഹരമാക്കി തന്ന ഈ സഹോദരിമാർക്ക് ബിഗ് സല്യൂട്ട്. പിന്നെ